അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആൻറ്റി എനിക്ക് മുടി ചീവി തരുകയാണ്. അപ്പോൾ ഇത് ഫിലുവിൻ്റെ മുടി ബർത്ത്ഡേക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവൾ കുറേ നാളായി പറയുന്നു മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു അവൾക്കറിയാം, അവൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഫിലു റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹെയറിൽ ഒരു ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങി. മുടി അങ്ങനെ ഫിലു സ്ട്രെയിറ്റ് ചെയ്യാറൊന്നുമില്ല. ഇതിപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ അവൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കിത് എന്താണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അതെന്തായാലുമൊക്കെ ചൂടുണ്ടാവുമല്ലോ എന്ന്, അതൊക്കെ സഹിക്കേണ്ടി വരുന്നു. അതെ, അവൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, അവൾക്ക് അറിയില്ലല്ലോ എന്താണെന്ന്. അതാണ് അവൾ ഇങ്ങനെ ഭയങ്കര ചൂടൊക്കെ വന്നപ്പോൾ അവൾ ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നല്ല ചൂടാണ്, അവൾക്ക് വേദന ഉണ്ടാവുമെന്നൊക്കെയാണ് അവൾ ചോദിച്ചിരുന്നത്. ഹെയറിൽ നമ്മൾ അവൾ കുളിച്ചപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഉണ്ടായിരുന്നു, വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഫിലൂസ് വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് ഫിലുവിൻ്റെ ഈ വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി കുത്തിപ്പൊട്ടിക്കണം. ഫിലുവിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതൊക്കെ ഫിലു സ്ട്രൈറ്റൊക്കെ ചെയ്ത് ഒന്ന് കറങ്ങി, ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ എനിക്ക് തന്നെ അവരോട് എൻ്റെ മുടി ഇത്ര നീളം ഉണ്ടാവുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ചുരുണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നല്ലായിരുന്നു. അപ്പോൾ ബൈ.